ഹായ്, വെൽക്കം ടു വ്ളോഗ്സ് ബൈ ജെഫി മേരി. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ കുട്ടികളുടെ മെഡിക്കൽ കിറ്റാണ്. എനിക്ക് 2 കുട്ടികളാണ്. ഒരാൾക്ക് 4 വയസ്സും ഒരാൾക്ക് 5 മാസം. അപ്പോൾ ഇത് 4 വയസ്സിൻ്റെ ആളുടെ, ഇത് 5 മാസത്തിൻ്റെ ആളുടെ. കാര്യം 5 മാസം ആളിക്ക് ഡ്രോപ്പർ കുടിക്കുന്നുണ്ട്. പിന്നെ ആ വായി വെച്ച് ഡ്രോപ്പർ വീണ്ടും മരുന്നിലിടും. പിന്നെ മറ്റേ കുട്ടിക്ക് കൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ചോദിച്ചിട്ട് 2 പേർക്കും 2 കിറ്റ്. ഇത് 4 വയസ്സുള്ള കുഞ്ഞിൻ്റെ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ കൊച്ചിനൊരു അസുഖം വന്നാൽ ഞാൻ 2 ദിവസം നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുണ്ട്. എനിക്ക് തോന്നുന്ന പോലെ ഞാൻ മരുന്നുകൾ എടുത്ത് കൊടുക്കാറില്ല. ഫസ്റ്റ് ഈ പനി വരുമ്പോൾ നമ്മളിങ്ങനെ വെള്ളം മുക്കി വെക്കത്തില്ലേ, അതിനുള്ള തുണിയാണ്. പിന്നെ അവൾ തുണി വെച്ചാൽ കരയും. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ മേടിച്ചൊരു കൂളിംഗ് പാച്ചാണ്. ഇത് നമ്മളിങ്ങനെ പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തൊരു ജെല്ല് പോലൊരു സാധനമുണ്ട്. എനിക്കറിയത്തില്ല ഇത് എഫക്റ്റീവ് ആണോ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പം നമ്മൾ ഇത് ഇങ്ങനെ ഇളക്കിയിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതിന് ചെറിയൊരു തണുപ്പുണ്ട്, വെച്ച് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. 8 hours വരെ ഇത് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അത് ഉണ്ട്, അത് ഞാൻ വെച്ച് കൊടുക്കാറുണ്ട് എൻ്റെ ഒരു സമാധാനത്തിന്. പിന്നെ ഡോളോ ആണെങ്കിൽ പോലും ഞാനിപ്പോൾ ഒരു 2 days കൊടുത്ത് നോക്കും, എന്നിട്ടും ചൂട് കുറഞ്ഞില്ല, ഞാൻ അപ്പം തന്നെ ഡോക്ടറിനെ കാണും. വെയിറ്റ് അനുസരിച്ചാണ് ഇത് കൊടുക്കുക. കുട്ടികൾക്ക് ചൂട് മാറുമ്പോൾ തന്നെ നമ്മൾ ഈ മരുന്ന് നിർത്തുകയും വേണം. പിന്നെ വയറിൻ്റെ ഗ്യാസ്, ജലദോഷത്തിന് ഒരെണ്ണം. പിന്നെ അറിയാമല്ലോ ഡീവോമിങ്, അത് 6 months കൂടുമ്പോഴാണ് 4 വയസ്സുള്ള കുട്ടിക്ക് ചെയ്യുക. മറ്റേ കുട്ടിക്ക് ചെയ്യാറായിട്ടുമില്ല. അതുകൊണ്ട് പിന്നെ അവളുടെ വായിൽ ഒരു ഫംഗസ് പോലത്തെ ഒരു സംഭവമുണ്ട്, ഒരു പൂപ്പൽ പോലെ ഉണ്ട്. അപ്പോൾ അതിനൊരു ക്യാൻഡിഡിൻ്റെ ഒരു ഇത് തന്നിട്ടുണ്ട് തേക്കാനത്. പിന്നെ ചുമയ്ക്ക്. പിന്നെ തെർമോമീറ്റർ 2 കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് തെർമോമീറ്റർ. പിന്നെ ബാൻഡെയ്ഡ്, ഇത് കണ്ടില്ല, പെപ്പാപ്പിക്കിൻ്റെ ബാൻഡെയ്ഡാണ്. ഞാൻ ഈ കുട്ടികൾക്ക് എല്ലാം ഇങ്ങനെ കുട്ടികളുടേതായിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ മാക്സിമം നോക്കാറുണ്ട്. പിന്നെ ഇതെനിക്കൊരു മരുന്നിൻ്റെ കൂടെ കിട്ടിയതായിട്ടോ. ഇങ്ങനെ ഇവിടെ മെഷർമെൻറ്റ്, അപ്പോൾ കുട്ടിക്ക് ഇങ്ങനെ കുടിക്കാം ആ സാധനം. പിന്നെ അവർക്ക് കൂടാതെ മൾട്ടി വൈറ്റമിൻ 2 ഇതുണ്ട്. ഞാനിതിൻ്റെ പേരുകൾ പറയാത്തത്, എൻ്റെ കുട്ടി ജലദോഷത്തിന് കുടിക്കുന്നത് തന്നെ ആവണമെന്നില്ല നിങ്ങളുടെ കുട്ടിക്ക്. അപ്പോൾ 1 second. വീഡിയോയുടെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആണ് എന്തൊക്കെ നിങ്ങൾ കരുതണമെന്ന്. ഒരിക്കലും മരുന്നുകൾ പറഞ്ഞ് തരില്ല. കാര്യം അത് നിങ്ങൾ ആശുപത്രിയിൽ തന്നെ പോയിട്ട് നോക്കി ചെയ്യണം. പിന്നീട് അത് നിങ്ങളുടെ കൈ സൂക്ഷിക്കുക. അതുപോലെ എനിക്ക് മുറിവിന് മരുന്നില്ല, അതെന്താണെന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എപ്പോഴും മുറിയുമ്പോൾ ഞാൻ ഈ ബാൻഡേഡ് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുക. പിന്നെ കോട്ടൺ റോൾ ഉണ്ട് കേട്ടോ. ഇനി ഇത് 5 മാസത്തിൽ, അതിനുമുണ്ട് തലയിൽ വെക്കാനുള്ള തുണിയ. പിന്നെ പാരസിറ്റമോള്. പിന്നെ അതിന് വോമിറ്റിങ്ങിനായിട്ടുള്ള ഒരു മരുന്നുണ്ട്. കൂളിംഗ് പാച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വൈറ്റമിൻ ഡ്രോപ്സ്. പിന്നെ കോളിക്ക് ഞാനിത് വായിച്ചു നോക്കിയിട്ട്, ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് എത്രയാണ് കൊടുക്കേണ്ടതെന്ന്. വായിച്ചു നോക്കിയിട്ട് കൊടുക്കുക. ഇവ ഫോർമലാണ് കുടിക്കുന്നത്. അപ്പം ഞാനൊരു 2 days കൂടുമ്പോൾ ഈ കോളിക്കിൻ്റെ മരുന്ന് കൊടുക്കാറുണ്ട്. പിന്നെ ഇത് മൂത്ത കുട്ടിയുടെയാണ്, ബേബി റബ്ബെ വിക്സിൻ്റെത്. പിന്നെ ഇത് അറിയാമല്ലോ, നെബുലൈസ് ചെയ്യാനുള്ള സാധനം. നെബുലൈസ് ചെയ്യാൻ അത് കൂടാതെ ഇതിട്ട് ഇങ്ങനെ നെബായിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ, അതും കയ്യിലുണ്ട്. ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാം നെബുലൈസർ എങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. ഈ നെബുലൈസറാണ്, ഇതിന് 4 years ആയിട്ട് ഉപയോഗിക്കുകയാണ് ഈ നെബുലൈസർ. അതെങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാൻ ദിവസം കാണിച്ചു തരാം. പിന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള തെർമോമീറ്റർ. രണ്ട് പേർക്കും ഈ നേസൽ ഡ്രോപ്സ് ഉണ്ട്. മറ്റേ ആളുടെ തീർന്നു പോയതാണ്, ആ ഡ്രോപ്സ് ഉണ്ട്. ഇത് പിന്നെ നേസൽ സക്ഷൻ. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് കുഞ്ഞിൻ്റെ 5 മാസം പ്രായമായ കുഞ്ഞിൻ്റെ മൂക്കളെ കണ്ടാൽ മാത്രം ഞാൻ ഈ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ആദ്യം ഒഴിക്കും. എന്നിട്ട് ഒരു 5 minute കഴിഞ്ഞിട്ട് ഇത് വെച്ച് വലിക്കും. പക്ഷേ ഒരിക്കലും ഞാനിങ്ങനെ ആഞ്ഞ് വലിക്കാറില്ല, കുട്ടിക്ക് വേദന എടുക്കും. അപ്പോൾ പിന്നെ അതുപോലെ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ കുഞ്ഞ് കരഞ്ഞു തുടങ്ങി. അപ്പോൾ ഇതിങ്ങനെ എടുക്കും. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, കുറച്ച് തിരക്കുള്ള വീഡിയോ ആണ്, നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യും.